അസ്സലാമലൈക്കും വറഹമത്തുള്ള. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് 5ാം ക്ലാസ് പൊതുപരീക്ഷ തജ്വീദ് ലിസാൻ ഖുർആൻ പരീക്ഷയ്ക്ക് വളരെ പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത് എന്നതിനെക്കുറിച്ചാണ്. ഇതുപോലെ ഇനിയും മറ്റു വിഷയങ്ങളുടെ വീഡിയോ ചെയ്യാൻ ഞങ്ങൾക്കുള്ള പ്രചോദനം നിങ്ങളുടെ പ്രോത്സാഹനമായ സബ്സ്ക്രൈബും കമൻറ്റുമാണ്. ആദ്യമായി വീഡിയോ കാണുന്നവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ആദ്യമേ അറിയിക്കുകയാണ്. ആദ്യം നമുക്ക് 2 വർഷം മുന്നേ പൊതുപരീക്ഷയ്ക്ക് ചോദിച്ച ഒരു പേപ്പർ പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. യോജിപ്പിക്കാം. ബ്രാക്കറ്റിൽ ഹംസത്തുൽ വസ്ല്, ഹാ ഉ സക്ത, ലൗ അൻസൽന, ഹംസത്തുൽ ഖത്ത്, വഖഫ് എന്നുണ്ട്. ചോദ്യം 1. പതിവാക്കൽ മഹത്തായ സുന്നത്താണ് ലൗ അൻസൽന. രണ്ടാമത്തത് മാലിയ എന്നതിലെ ഹാ ഉ സക്ത. മൂന്നാമത്തത് അർറഹ്മാനി എന്നതിലെ ഹംസത്തുൽ വസ്ല്. നാലാമത്തത് ഫി അഹ്സനി തക്വീം, ഇതിലെ ഹംസത്തുൽ ഖത്ത് ആണ്. അഞ്ചാമത്തത് ശ്വാസം വിടാൻ വേണ്ടി കെലിമത്തിൻ്റെ അവസാനത്തിൽ നിർത്തലാണ് വഖഫ്. അടുത്ത ചോദ്യം നോക്കാം. ശരി അടയാളപ്പെടുത്താം. ബ്രാക്കറ്റിൽ 3 വീതം കൊടുത്തിട്ടുണ്ട്. അതിൽ ശരിയായി വരുന്നതിൻ്റെ നേരെ നമ്മൾ ടിക്കറ്റ് കൊടുത്താൽ മതി. ഒന്നാമത്തെ ചോദ്യം ഹംസിൻ്റെ ഹർഫിൽപ്പെട്ടതാണ് ഹ, ല, ഖാഫ്, ഹ ആണ് ശരി. രണ്ടാമത്തത് വഖഫ് മുത്തലക്കിൻ്റെ അടയാളം ഖാഫ്, ത്വാ, ഖാഫ്, ലാം, അതിൽ ത്വാ ആണ് ശരി. മൂന്നാമത്തത് ത്വാഇൻ്റെ മഖ്റജിൽ നിന്നും പുറപ്പെടുന്ന മറ്റൊരു ഹർഫ് സ്വാദ്, ഷീന്, ത ആണ്. നാലാമത്തത് ബസറക്കാരനായ ഖാരി നാഫി റളിയല്ലാഹുനു, അബൂ അംർ റളിയല്ലാഹുനു, ഹംസ റളിയല്ലാഹുനു, അബൂ അംറാണ് ശരിയായത്. അഞ്ചാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാന എഴുത്തുകാരൻ ബിലാൽ റളിയല്ലാഹുനു, കഅബ് റളിയല്ലാഹുനു, സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹുനു ആണ് ശരിയായിട്ടുള്ളത്. വളരെ എളുപ്പമുള്ള ചോദ്യമാണിത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം പരിചയപ്പെടാം. മൂന്നാമത്തത് വ്യക്തമാക്കാം. ഒന്നാമത്തത് കൂഫയിലേക്ക് കൊടുത്തയച്ച മുസ്ഹഫിൻ്റെ കൂടെ പറഞ്ഞയക്കപ്പെട്ടവർ. ആൻസർ അബു അബ്ദുറഹ്മാൻ സലമി എന്നിവരാണ്. രണ്ടാമത്തത് അൽ കഹ്ഫ് സൂറത്തിലെ ലക്കിന്ന ഹുവല്ലാഹു എന്നത് ഓതേണ്ടത് ലാക്കിന്ന ഹുവല്ലാഹു എന്നുള്ളതാണ്. മൂന്നാമത്തത് ഹൂദ് സൂറത്തിൽ ഇമാലത്താക്കി ഓതേണ്ട കെലിമത്ത് ബിസ്മില്ലാഹി മജ്രേഹ എന്നതാണ്. നാലാമത്തത് സഫ്ര എന്ന മലക്കുകളോട് കൂടെ സ്വർഗത്തിൽ വസിക്കുന്നവർ. അതിൻ്റെ ആൻസർ ഖുർആനിൽ നൈപുണ്യം നേടിയവർ. അഞ്ചാമത്തത് സൂറത്ത് യാസീനിൽ സക്ത ചെയ്യേണ്ട കെലിമത്ത് മിം മർഖദിന എന്നതാണ്. അടുത്ത ചോദ്യം നമുക്ക് പരിചയപ്പെടാം. നാലാമത്തത് പൂർത്തിയാക്കാം. ഇതൊരു ബൈത്തിൻ്റെ ഭാഗമാണ്. ബൈത്താണല്ലോ എന്ന് കരുതി വരില്ല എന്ന ധാരണയിൽ പഠിക്കാതിരിക്കരുത്. ഒന്നാമത്തത് നോക്കൂ. കലാമുൻ ഡാഷ് ലാ ഡാഷ് സമാഉഹു, കലാമുൻ കദീമുൻ ലാ യുമല്ലു സമാഉഹു, തനസ്സഹ അൻ ഖൗലിൻ വഫിഅലിൻ വനിയത്തിൻ. 2. ബിഹി യഷ്തഫി മിൻ കുല്ലി ദാഇൻ വനൂറുഹു, ദലീലുൽ ലിഖൽബി ഇൻദ ജഹ്ലി വഹൈറതി. മൂന്നാമത് ചോദിച്ചിട്ടുള്ളത് ആയത്ത് പൂർത്തിയാക്കാനാണ്. വഇദാ ഡാഷ് അൽ ഖുർആനു വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. വളരെ സിമ്പിളായിട്ടുള്ളതാണ്. ബൈത്തിൻ്റെ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ ഈ കണ്ടത് 2 വർഷം മുന്നേ പൊതുപരീക്ഷയ്ക്ക് തജ്വീദിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. ആ വർഷത്തിലെ ലിസാൻ്റെ ചോദ്യപേപ്പർ ഇനി നമുക്ക് പരിചയപ്പെടാം. അതിൻ്റെ മറുപുറമായതുകൊണ്ട് 5ാമത്തെ ചോദ്യം നംല ഉബിൽ മുനാസിബി, യോജിച്ചത് വെച്ച് പൂർത്തിയാക്കാനാണ്. ബ്രാക്കറ്റിൽ നോക്കൂ. അദ്ദർസ പാഠം, ബിഇറ സംസം സംസം കിണർ, യജ്ലിസു ഇരിക്കും, സ്വബാഹൻ നേരത്തെ, ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട്. ഒന്നാമത്തെ ചോദ്യം അഹ്ലുൽ മദീന, മദീനക്കാരായ ആളുകൾ കാനൂ യുഹിബൂന, അവർ ഇഷ്ടം വെച്ചിരുന്നു ആരെ? ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തത് ഹഫറ ജിബ്രീലു, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കുഴിച്ചു ബിഇറ സംസം സംസം കിണർ. മൂന്നാമത്തത് മുസ്തഖ്ബിലു ജലസ, ജലസ എന്ന മാളിയുടെ മുസ്തഖ്ബിലാണ് യജ്ലിസു. നാലാമത്തത് അത്തോലിബാനി യക്തുബാനി, 2 വിദ്യാർത്ഥികൾ എഴുതുന്നു അദ്ദർസ പാഠത്തിനെ. അഞ്ചാമത്തത് ഖറഅതു അൽ ഖുർആന, ഞാൻ ഖുർആനിനെ വായിച്ചു അല്ലെങ്കിൽ ഓതി, സ്വബാഹൻ നേരത്തെ. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമ്മൾ ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കേണ്ടത്. ആറാമത്തെ ചോദ്യം നുമയ്യിസുൽ മാളി വൽ മുളാരി, മാളിയും മുളാരിയും വേർതിരിക്കാനാണ്. രണ്ടും 2 കോളത്തിലാക്കി വേർതിരിക്കണം.
ബ്രാക്കറ്റിൽ നോക്കൂ, ഖറജ, യത്ലുഉ, ഖറഅ, യഅബുദു, ജലസ, യഖൂലു, കതബ, തദ്ഹബു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത്. നമ്മൾ കൃത്യമായി പഠിച്ചു വെക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മാളി ഇതിൽ ഏതൊക്കെയാണ്? ഖറജ, ഖറഅ, ജലസ, കതബ. മുളാരി യത്ലുഉ, യഅബുദു, യഖൂലു, തദ്ഹബു. ഇങ്ങനെയാണ് അതിനെ വേർതിരിക്കേണ്ടത്. ഇനി ഏഴാമത്തെ ചോദ്യം നോക്കാം. നക്തുബുൽ മുസന്ന വൽ ജംഅ ലിൽ അഫ്ആലിൽ ആതിയ. താഴെ കൊടുത്തിരിക്കുന്ന ഫീലുകൾക്ക് ദ്വവചനവും ബഹുവചനവും എഴുതാൻ, മുസന്നയും ജംഉം എഴുതി കൊടുക്കാൻ. നമുക്ക് ഈ ഒരു ഭാഗത്ത് ദറസ, നസറ, ഫതഹ, നാമ എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ മേൽ അറിയിക്കുന്ന പദവും ബഹുവചനവും ഒരുപാടെണ്ണം, മൂന്നിൽ കൂടുതലുള്ളതിൻ്റെ മേൽ അറിയിക്കുന്നതുമാണ് നമുക്കിവിടെ എഴുതി കൊടുക്കാനുള്ളത്. ദറസൻ്റെത് രണ്ടെണ്ണത്തിൻ്റെ മേൽ അറിയിക്കുന്നത് ദറസ എന്നും മൂന്നിൽ കൂടുതലുള്ളതിൻ്റെ മേൽ ദറസു എന്നതുമാണ്. നസറ, നസറ, നസറു, ഫതഹ, ഫതഹ, ഫതഹു, നാമ, നാമ, നാമു. നാമ ഉറങ്ങി, നാമ രണ്ടുപേരും ഉറങ്ങി, നാമു ഒരുപാട് പേര് ഉറങ്ങി. അപ്പോൾ ഇതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതും വളരെ എളുപ്പത്തിലുള്ള ഒരു ചോദ്യമാണ്. ഇതിൻ്റെ ഒരു മോഡലും നമ്മൾ കൃത്യമായി പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം നമുക്ക് പരിചയപ്പെടാം. എട്ടാമത്തത് നുതർജിമു, മാതൃഭാഷയിലേക്ക് മാറ്റി എഴുതാനാണ്. ഒന്നാമത്തത് വക്കാന ഇസ്മുൽ മദീനത്തെ ഖബലൽ ഹിജറത്ത് യഥിരിബ്. ഹിജറയുടെ മുമ്പ് മദീനയുടെ പേര് യഥിരിബ് എന്നായിരുന്നു. അതാണ് അതിൻ്റെ അർത്ഥം. രണ്ടാമത്തത് അഹ്ലുൽ മദീനത്തി കാനു യുഹിബ്ബൂന ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന യഖ്ദുമുൽ മദീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് വരുമ്പോൾ മദീനക്കാർ നബി തങ്ങളെ സ്വാഗതം ചെയ്തിരുന്നു. അതാണ് അതിൻ്റെ അർത്ഥം. അവസാനത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ 9 നുജീബു, അതിൻ്റെ ഉത്തരം എഴുതാനാണ്. ചോദ്യം നമ്പർ 1, ഹൽ ഖറഅത്തൽ ഖുർആന സ്വബാഹൻ. നീ രാവിലെ ഖുർആൻ ഓതിയോ? ഖറഅതു, ഞാൻ ഓതി, അൽ ഖുർആന, ഖുർആനിനെ ഓതി. അതാണ് അതിൻ്റെ ഉത്തരം. രണ്ടാമത്തത് അസാബിഉൽ യദൈനി കം ഹിയ. രണ്ട് കൈകളുടെയും വിരലുകളുടെ എണ്ണം എത്രയാണ്? അഷറത്തു, 10 2 വർഷം മുന്നേ നടന്ന പൊതുപരീക്ഷയുടെ തജ്വീദ് ലിസാൻ്റെ ചോദ്യപേപ്പറാണ് നമ്മളിപ്പോൾ പരിശോധിച്ചത്. ഇനി മറ്റ് മുന്നേ നടന്ന ഒരു ചോദ്യപേപ്പർ കൂടെ നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കൂ, ചേർത്ത് എഴുതാം. ബ്രാക്കറ്റിൽ ആയത്തുൽ കുർസി എന്നുണ്ട്, ഖുർആൻ എന്നുണ്ട്, ഹംസത്തുൽ വസിൽ എന്നുണ്ട്, ഹാഉ സക്ത എന്നുണ്ട്, ഹംസത്തുൽ കത്ത് എന്നിങ്ങനെയുണ്ട്. ഒന്നാമത്തെ ചോദ്യം നോക്കൂ, ഒരു പ്രദേശത്ത് മനപ്പാടമുള്ള ഒരാളെങ്കിലും ഉണ്ടായിരിക്കണം. ഏതാണത് ചോദിച്ചത്? ഖുർആനാണ്. രണ്ടാമത്തത് പതിവാക്കൽ സുന്നത്തുള്ള ആയത്തുകളിൽ പെട്ടതാണ് ആയത്തുൽ കുർസി. മൂന്നാമത്തത് മാലിയ എന്നതിലെ ഹാ, അത് ഏത് ഹാ ആണ്? ഹാഉ സക്ത, ഹാഉ സക്തയാണ്. നാലാമത്തത് ഇബ്നു മറിയം എന്നതിലെ ഹംസ. അപ്പോൾ ഇബ്നു മറിയം എന്നതിലെ ഹംസ ഏതാണ്? ഹംസത്തുൽ വസിലാണ്. അതിൻ്റെ തുടക്കത്തിൽ ഹംസ ഉണ്ടല്ലോ. അഞ്ചാമത്തത് അഖീമു, ഇതിലെ ഹംസ ഹംസത്തുൽ ഖത്ത് ആണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം പരിചയപ്പെടാം. രണ്ടാമത്തത് ശരി അടയാളപ്പെടുത്തുക. അപ്പം 3 വീതം കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണ് ശരി എന്നുള്ളത് നമ്മൾ തിരഞ്ഞെടുത്ത് അതിൻ്റെ മേലെ ടിക്കിടാനാണ്. ഒന്നാമത്തെ ചോദ്യം, വഖഫിൽ അവസാന ഹറഫിൽ നൽകേണ്ടത് എന്താണ്? അപ്പോൾ വഖഫ് ചെയ്യുമ്പോൾ സുക്കൂൻ എന്നുണ്ട്, ഫതഹ് എന്നുണ്ട്, ലമ്മുണ്ട്. അപ്പോൾ സുക്കൂനാണ് വഖഫിൻ്റെ അവസാനത്തിൽ കൊടുക്കേണ്ടത്. രണ്ടാമത്തത് ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരൽ. ഏതാണ്? ഹംസ് എന്നുണ്ട്, ഇസ്തിഅല എന്നുണ്ട്, കൽക്കല എന്നുണ്ട്. ഇസ്തിഅല ആണ് ശരിയായിട്ടുള്ളത്. മൂന്നാമത്തത് സ്വാദിൻ്റെ മഖ്റജിൽ നിന്നാണ് പുറപ്പെടുന്നത്. വാവ്, ഖാഫ്, സീന്. സീനാണ് ശരിയായത്. നാലാമത്തത് ശ്വാസം വിടാതെ അല്പം അടങ്ങി ഓതൽ. സക്ത എന്നുണ്ട്, വഖഫ് എന്നുണ്ട്, ഉന്നത്ത് എന്നുണ്ട്, സക്തയാണ്. അഞ്ചാമത്തത് ഫതഹിൻ്റെയും കെസിറിൻ്റെയും ഇടയിലായി ഏകാര സ്വരത്തിൽ ഉച്ചരിക്കലാണ്. ഇഷ്മാമ്, ഇമാലത്ത്, ഇഖ്ലാബ്. ഇമാലത്ത് ഇതാണ് ശരിയായിട്ടുള്ളത്. ഇതൊക്കെ വളരെ എളുപ്പമുള്ളതാണ്. നമ്മൾ 1-2 തവണ കേട്ടാൽ തന്നെ നമുക്ക് പരീക്ഷയ്ക്ക് ഇരിക്കുന്ന സമയത്ത് അത് ഓർമ്മ വരും. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. പൂർത്തിയാക്കാം. അപ്പം പൂർത്തിയാക്കാനാണ്. ഒഴിഞ്ഞ സ്ഥലത്ത് അവിടെ യോജിച്ചത് നമ്മൾ എഴുതി കൊടുക്കണം. ഒന്നാമത്തത് വൈദാ കുരിഅൽ ഖുർആനു എന്നതാണ് അവിടെ പോയിട്ടുള്ളത്. ഫസ്തമിഉ ലഹു വൻസിതു ഡാഷ് ലഅല്ലക്കും തുർഹമൂൻ എന്നതാണ്. നമ്മൾ കഴിഞ്ഞ ചോദ്യപേപ്പർ പരിചയപ്പെട്ടപ്പോഴും ഈ ഒരു ചോദ്യവും ഇതിന് ശേഷം വരുന്ന ബൈത്തും ആവർത്തിക്കപ്പെട്ടതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും പഠിച്ചു വെക്കുക. വരാൻ വളരെ സാധ്യത ഏറെയാണ്. രണ്ടാമത്തെ നോക്കൂ, കലാമുൻ കദീമുൻ ലാ
യുമല്ലു സമാഉഹു തനസ്സഹ അൻ ഖൗലിൻ വഫിഅലിൻ വനിയത്തിൻ. ഇത് ആവർത്തനമുള്ള ഒരു ചോദ്യമാണ്, കൃത്യമായി പഠിച്ചു വെക്കുക. നാലാമത്തത് നിശ്ചിത സ്ഥാനത്ത് എഴുതാം. അൽ ഓഷിയ എന്നുണ്ട്, കാഫ്ലാമുണ്ട്, ലഹു എന്നുണ്ട്, ജീമുണ്ട്, ഹിസാബിയ പിന്നെ സ്വാദുലാമുണ്ട്. അപ്പോൾ ഇതൊക്കെ യോജിച്ച സ്ഥാനത്ത് നമ്മൾ വെച്ച് കൊടുക്കുക. അൽ വഖഫു ഔല, വഖഫാണ് ഏറ്റവും നല്ലത്. കാഫ്ല ഖുർആനിൽ ചിഹ്നം കൊടുത്ത സ്ഥലത്ത് വഖഫാണ് ഏറ്റവും നല്ലത്. വഖഫ് ജായിസാണ്, ഖുർആനിൽ ജീം കണ്ടാൽ അവിടെ വഖഫ് ജായിസാണ്. സ്വില, സ്വാദും ലാമും കൂടിയത് വസിൽ ഔല, അവിടെ ചേർത്തി ഓതലാണ് ഏറ്റവും നല്ലത്. ഹാഉ സക്ത, ഹിസാബിയ എന്നതിലാണ് ഹാഉ സക്ത ഉള്ളത്. ഹാഉ തഅനീസ്, ഏതാണ് തഅനീസിൻ്റെ മുഅന്നസിൻ്റെ സ്ത്രീലിംഗത്തിൻ്റെ മേൽ അറിയിക്കുന്ന ഹാ ഉള്ളത് ഓഷിയ എന്നുള്ളതിലാണ്. ഹാഉ ലമീർ ഏതിലാണ്? ലഹു എന്നുള്ളതിലാണ്. അടുത്ത ചോദ്യം നോക്കാം. അഞ്ചാമത്തത് വ്യക്തമാക്കാനാണ്. ഒന്നാമത്തത് അശ്റത്തുൽ ഖുറായിൽ മദീനക്കാരായ ഖാരിയുകൾ ആരൊക്കെയാണ്? നാഫിഉൽ മദനി, അബൂ ജഅഫറുൽ മദനി, ഇവരാണ് അതിൽ മദീനക്കാരായിട്ടുള്ളത്. 2 ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുസ്അഫിൻ്റെ കോപ്പികൾ അയച്ചു കൊടുത്ത 4 പട്ടണം ഏതൊക്കെയാണ്? 1 കൂഫ, ബസറ, ഷാം, മക്ക. അതാണ് അതിൻ്റെ ആൻസർ. മൂന്നാമത്തത് ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരുന്ന ഹംസ ഏതാണ്? ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരുന്നത് ഹംസത്തുൽ ഖത്ത് ആണ്. ഇതാണ് അതിൻ്റെ ഉത്തരം. ഇനി നമുക്ക് ഈ പേപ്പറിൽ തന്നെ ലിസാനുൽ ഖുർആന്റെ ചോദ്യം എങ്ങനെ വന്നു എന്ന് നോക്കാം. ആറാമത്തത് ന്യൂസിലു ബിൽ മുനാസിബി, യോജിച്ചത് ചേർത്തി കൊടുക്കാനാണ്. ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് കാണാം യഖ്റഉ ഓതും, തോലിബാത്തുൻ വിദ്യാർത്ഥികൾ, റസ്മിയ തക്കുനുത്തു കുനൂത്തു ഓതുന്നു, തൊയൂറുൻ പക്ഷികൾ. ഒന്നാമത്തെ ചോദ്യം ഫി ബൈത്തി, എൻ്റെ വീട്ടിലുണ്ട്, അർബഉ 4 തോലിബാത്തിൻ വിദ്യാർത്ഥികൾ. രണ്ടാമത്തത് റഅയ്തു ഞാൻ കണ്ടു, സമാനിയത്ത 8 തുയൂരിൻ പക്ഷികളെ. മൂന്നാമത്തത് കാനത്തിൽ ഉമ്മ തെക്കുനുത്തു, ഉമ്മ സ്ത്രീലിംഗമായതുകൊണ്ടാണ് അതിൻ്റെ ഫീലിലും താ വരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം യോജിപ്പിക്കാൻ. ഇന്ന അബി, എൻ്റെ ഉപ്പ ആണായതുകൊണ്ടാണ് താ ഇല്ലാതിരുന്നത്. യഖ്റഉ ഖുർആൻ ഓതുന്നു. യൽബസു നൗഫൽ ധരിക്കുന്നു, ബിദിലത്തൻ ബിദിലയെ, റസ്മിയത്തൻ. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമ്മൾ ഇതിനെ ചേർക്കേണ്ടത്. അടുത്ത ചോദ്യത്തിലേക്ക് വരുമ്പോൾ ആറാമത്തത് നുമയ്യിദു സ്വഹീഹ ബി ഹാദിഹി, ഇങ്ങനെ ശരിയിട്ടുകൊണ്ട് ശരിയായത് വേർതിരിക്കാനാണ്. ഒന്നാമത്തത് യക്കില ഉമറു മിനൻ നൗമി, ഉറക്കിൽ നിന്ന് ഉമർ എണീറ്റു, നായിമൻ ഉറങ്ങുന്നവനായി, മുബക്കിറൻ നേരത്തെ, മുസല്ലിയെ നിസ്കരിക്കുന്നവനായി. മുബക്കിറൻ നേരത്തെ ഉണർന്നു എന്നതാണ് ശരി. അതഅല്ലമു ഞാൻ പഠിക്കും, മാലിൻ കഴിഞ്ഞത്, മുളാരിയ വരാനിരിക്കുന്നത്, ജാമിദുൻ ഉറച്ചത്, ഇതിലേതാണ്? വരാനുള്ളത് ഞാൻ പഠിക്കും. മൂന്നാമത്തത് തവസ്സക സൈനബു ആയിഷത്തുൻ ഹാമിദുൻ, ഇതിലേതാണ് യോജിച്ചത്? ഹാമിദുൻ എന്നുള്ളതാണ്. നാലാമത്തത് സെയ്ദുൻ വ അനീസുൻ, സെയ്ദും അനീസുൻ യൽഅബാനി, അത് രണ്ടും ആണുങ്ങളായതുകൊണ്ടാണ് യാ ഉള്ളത് നമ്മൾ തിരഞ്ഞെടുത്തത്, ശരിയായി എടുത്തത്. അഞ്ചാമത്തത് ഷഅൽന എന്നതാണ് മാലിൻ മുളാരി നാഖിസ്, ഇതിൽ മാലിൻ എന്നതാണ് ശരിയായത്. ഷഅൽന മാലിയാണ്. അടുത്ത ചോദ്യം നോക്കൂ. എട്ടാമത്തത് നുഅരിബു, അറബിയാക്കാനാണ്. ഒന്നാമത്തത് ഞാൻ പല്ലുകൾ വൃത്തിയാക്കി, നല്ലഫ്തുൽ അസ്നാന, അവർ ഇരുവരും ഗാറു സൗറിൽ 3 ദിവസം താമസിച്ചു. മക്കസാ ഫി ഗാരി സൗരിൻ സലാസത അയ്യാമിൻ. മൂന്നാമത്തത് ആയിഷ അവളുടെ ബാഗ് എടുത്തോ, അൽ അഖദത്ത് ആയിഷത്തു ഹഖീബതഹ. നാലാമത്തത് ഞാൻ ഇന്നലെ ഒരു ജുസ് ഓതി, ഖറഅതു അംസി ജുസ്അൻ. അഞ്ചാമത്തത് എൻ്റെ ക്ലാസ്സിൽ 10 കുട്ടികളുണ്ട്, ഫീ സൊഫീ അശറത്തു ഔലാദിൻ. ഇനി 9ാമത്തത് നോക്കുമ്പോൾ നെക്തുബുൽ മാന, അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്നതിൻ്റെ അർത്ഥങ്ങൾ എഴുതാനാണ്. അതിൻ്റെ അർത്ഥങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രൂപത്തിലൊക്കെയാണ് 5ാം ക്ലാസ് പൊതുപരീക്ഷ ലിസാൻ തജ്വീദിൻ്റെ ചോദ്യങ്ങൾ വരുന്നത്. ഇത് മാത്രം നിങ്ങൾ ആസ്പദമാക്കിയിരിക്കരുത്.
കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് അവസാനത്തെ 4 പാഠത്തിൽ നിന്നാണ്. അത് കൃത്യമായി പഠിക്കാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ മുഴുവൻ മാർക്കും ലഭിക്കണമെങ്കിൽ എല്ലാ ഭാഗവും നമ്മൾ നന്നായി കൃത്യമായി പഠിച്ചു വെക്കണം. എന്നാലും അള്ളാഹു നമുക്കൊക്കെ നല്ല ഉന്നത ഖൈറായ വിജയം നൽകട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഇനിയും വീഡിയോ ചെയ്യാൻ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് നിങ്ങളെ സബ്സ്ക്രൈബാണ്. ചെയ്യാത്തവർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.